BSSന്റെ ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൽ സന്തോഷമാണ്. വളരെയധികം സന്തോഷമാണ്. എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ അവാർഡ് കിട്ടിയത്? ഞാൻ ടീച്ചറാണ്, 23 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കലയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് കുട്ടികളെ ഫീസ് അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലല്ല, കുറച്ച് കുട്ടികളെ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് രാജൻ എന്ന് പറയുന്ന അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെടുകയും ഇപ്പോഴേ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു പ്രവർത്തനം കൂടെ കണ്ടിട്ട് അദ്ദേഹം എന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇതുപോലെ ഒരു പുരസ്കാരത്തിന് ടീച്ചർ അർഹയാണ്. കാരണം ടീച്ചർ സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ട് വരുന്നത് തന്നെ രാവിലെ 7 മണിയാകുമ്പോൾ പോകും, വൈകിട്ട് 7 മണിക്ക് വരും. വന്നതിന് ശേഷം ആണ് ഈ കുട്ടികളെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. ഇത് പുള്ളിക്ക് ഇങ്ങനെ നന്നായിട്ടത് മനസ്സിലാവുകയും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ആദ്യം പുറകോട്ടൊക്കെ വലിഞ്ഞു. അതല്ല അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞത് ടീച്ചർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും, കാരണം ഞാൻ അങ്ങനെ ഒരു ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാവുന്നൊരു കല കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ വന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ ഇതിലേക്ക് നയിച്ചത്. ആദ്യം ഞാൻ ഇതിനകത്തൊക്കെ മടി കാണിച്ചതാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് അവിടുത്തെ എനിക്ക് എന്താ ചെയ്യാന്നറിയാൻ വയ്യായിരുന്നു. കാരണം ഇത്രയും ഇതാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ ഫാമിലി. ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാളും കൂടെ ആവുമ്പോഴേ എനിക്ക് പൂർണ്ണമാവുള്ളൂ. പക്ഷേ ആൾ സ്ഥലത്തില്ല, റഷ്യയിലാണ്, ഹോം മെഡിസിൻ പഠിക്കുകയാണ്. ഇത് ചേട്ടൻ്റെ ബിസിനസ്സാണ്, റേഷൻ കടയാണ് ആൾക്ക്. ചേട്ടൻ്റെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞിരുന്നു, ചേട്ടനാണ് എനിക്ക് ഫുൾ സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യത്തിലും നിൽക്കുന്നത്. ചേട്ടൻ്റെ ഫുൾ സപ്പോർട്ടാണ് എനിക്കിതിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടാനും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനും ഈ മൊമെൻറ്റും ഒക്കെ കിട്ടാനായിട്ട് എനിക്കങ്ങനെ ഏട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതിലേക്ക് വന്നെത്താൻ പറ്റില്ലായിരുന്നു. അത് ഏട്ടൻ്റെ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടൻ്റെ ഫുൾ സപ്പോർട്ടാണ് എനിക്കിതിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതെൻ്റെ ഇളയ മകനാണ്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പോൾ +1-നാണ്. ഇന്നലെ ക്ലാസ് തുടങ്ങി. മോൻ്റെ പേര് ശബരി ഷാജു, ഏട്ടൻ ഷാജു. പിന്നെ ഉള്ളത് 2 അമ്മമാരാണ്. അതിൽ ഒന്ന് ഏട്ടൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മ. 2 പേരും ഈ വീട്ടിൽ തന്നെയാണ്. കുഞ്ഞിനെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വിടുവോ? ടീച്ചർ അതിനുള്ള പ്രാക്ടീസുകൾ കൊടുത്തിട്ടുണ്ടോ? അത് സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വിടാനായിട്ട് താല്പര്യം. അവന് അഭിനയിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു യശോദയും കൃഷ്ണനുമായിട്ട് ആദ്യം ഒന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പെട്ടെന്ന് ഒരു ഐഡിയ വന്നതാണ് കൃഷ്ണനും യശോദയും തമ്മിലുള്ള ആ ഒരു രംഗം ചെയ്യുന്നു. ഇവിടെ ഞാൻ മോനോട് പറഞ്ഞു, മോനൊന്ന് ചെയ്യണം. ആദ്യം അവൻ വിസമ്മതിച്ചിട്ട് പിന്നെ അവനതൊക്കെ തയ്യാറായി. പക്ഷേ 2 പ്രാക്ടീസ് ഞങ്ങൾ ചെയ്തോളൂ. ഞാനും മോനുമായിട്ട് 2 പ്രാവശ്യം ചെയ്തോളൂ. പക്ഷേ ആ സ്റ്റേജിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അവനത് നന്നായിട്ട് ചെയ്യും. നമുക്ക് സിനിമ, സീരിയൽ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വിടാൻ താല്പര്യമാണ്. അവനും അത് കുഴപ്പമില്ല, താല്പര്യമാണ്. ടീച്ചറിൻ്റെ 20 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടല്ലോ. ഏത് സ്കൂളിലാണ്? ഞാനിതിപ്പോൾ 23ാമത്തെ വർഷമാണ്. ഞാൻ കാരാളികോണം, ആയൂർ കാരാളികോണം, കൊല്ലം ജില്ലയാണ്. ആയൂർ കാരാളികോണം എന്ന് പറയുന്ന സ്ഥലത്താണ് സീതി സാഹി മെമ്മോറിയൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഏത് വർഷത്തിലായിരുന്നു? അത് 2020 ജനുവരി 18-നാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കലാപരമായിട്ടുള്ള രംഗം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും കണ്ട്, അച്ഛനമ്മ അങ്ങനെയുള്ള ആരുടെയെങ്കിലും കണ്ട് അതിലേക്ക് വരികയായിരുന്നോ, അതോ സ്വന്തമായിട്ടൊരു താല്പര്യം തോന്നി അതിലേക്ക് വരികയായിരുന്നു? അല്ല, അച്ഛനും അമ്മയാണ് എന്നെ ആദ്യമേ ഇതിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ ഡാൻസ് പഠിക്കണം എന്നുള്ളത്, എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പാട്ട് പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഡാൻസ് ചെയ്യണമെന്നായിരുന്നു, അതിനോടായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം. അന്നേരം എന്നെ അതിലേക്ക് കൊണ്ടെത്തിച്ചത് അമ്മയാണ്. ഒരു അധ്യാപകയായിട്ട് ജോലി നോക്കുമ്പോൾ തന്നെ ഈ കലാപ്രവർത്തനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രോത്സാഹനം, അതിനുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതോ അതിനകത്ത് ഏറ്റവും സപ്പോർട്ടായിട്ട് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. കാരണം എന്ന് വെച്ചാൽ ഏട്ടന് അങ്ങനെ ഒരു താല്പര്യമോ കാര്യമോ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു തരത്തിലും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഏട്ടൻ്റെ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഇതിലേക്ക്. എനിക്കിങ്ങനൊരു കലയുണ്ടെന്നും അതിലേക്ക് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ചോദിച്ച ഏട്ടനോട്, ചേട്ടാ ഇതുപോലെ ഏകാത്മകം പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൻ്റെ തേക്കൻകാട് മൈതാനത്ത് വെച്ചാണ് ഞാൻ അതിനകത്ത് പങ്കെടുത്തോട്ടെ ചോദിച്ചപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഏട്ടനാണ്.
ഒരു ദേശീയ പുരസ്കാരം കിട്ടുന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഈ മദ്യം മറ്റ് കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമുക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത്? ഞാനൊരു ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുട്ടികളെ ഇപ്പം ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ ഒന്നും നമുക്ക് ടീച്ചേഴ്സിന് പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പേരൻസ് അപ്പോഴേ കംപ്ലൈൻറ്റ്. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലും TV ന്യൂസുകളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണത്. ഒരു കുട്ടികൾ ആ ലെവലിലേക്ക് വഴിതെറ്റി പോവുകയാണ്. ഞാനിപ്പം ഒരുപാട് പറഞ്ഞാൽ 23 വർഷമായിട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഈ അടുത്ത വർഷങ്ങളിലായിട്ട് പല കാര്യങ്ങളും ബസ്സുകളിലായാലും വരുന്ന ബസ് സ്റ്റോപ്പുകളിലായാലും പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ തെറ്റുകൾ കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നവരാണ് തെറ്റുകാരായി പോകുന്നത്. അപ്പോൾ അത് പേരൻസാണ് കൂടുതലും അതിനായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് പേരൻസാണ്. കാരണം വീട്ടിൽ വന്ന് ആയാലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ ഏതൊരു ചലനത്തിലും എന്തെങ്കിലും ഒരു മാറ്റങ്ങളുണ്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിലെ രക്ഷകർത്താക്കൾക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്ക് കുട്ടികൾ തെറ്റുകാരല്ല. കാരണം വെച്ചാൽ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന കുറേ മാഫിയ സംഘങ്ങൾ നമുക്ക് പുറത്തുണ്ട്. ഈ മാഫിയ സംഘങ്ങൾ ഇതുപോലെ വന്നവരാണ്. അവരും ആരും ജനിക്കുന്നത് തെറ്റുകാരായിട്ടല്ലല്ലോ, തെറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എല്ലാവരും ജനിക്കുന്നത്. ഇപ്പോൾ സാഹചര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെ ശക്തമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും അവരെ കൂടുതൽ അതിലേക്ക് ചെന്നെത്താതിരിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് വീട്ടിൽ കുട്ടികൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളിൽ ടീച്ചേഴ്സ് അതുപോലെ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അവരെ അതിലേക്ക് നയിക്കാതെ നല്ല നേരായ മാർഗത്തിലേക്ക് കണ്ടെത്താനായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ.